ചുറ്റുപാടും നടക്കുന്ന പല നെഗറ്റീവായ എക്സ്പീരിയൻസുകളിലും എനിക്കെന്ത് സാധിക്കും, ഞാനിതിലെന്ത് ചെയ്യാൻ, ഞാൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് ശരിയാകുമോ എന്നെല്ലാം ആലോചിച്ച് പതിയെ പിന്തിരിയുന്ന, ആ സാഹചര്യത്തെ ഫേസ് ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. ഒരു ദിവസം ഞാൻ നടക്കാനിറങ്ങിയപ്പോൾ ഒരു ചെറിയ പക്ഷി മുറിവേറ്റ് കിടക്കുന്നത് കണ്ടു. ആ മുറിവേറ്റ് കിടക്കുന്ന പക്ഷി എത്ര നേരമായി അവിടെ അങ്ങനെ കിടന്നിരുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ അത് ചെറുതായി ഒന്ന് പിടയുന്നുണ്ടായിരുന്നു. ഞാൻ നടക്കാനിറങ്ങിയതായിരുന്നു. എൻ്റെ കൈവശം ഒന്നുമില്ല. ഞാൻ അവിടെ ഇരുന്ന് വളരെ ഹെൽപ്ലെസ്സായി ഞാൻ എങ്ങനെ ഇതിനെ സഹായിക്കണം എന്നാലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു പോയി. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തീരുമാനത്തിലും എത്താനാവാതെ ഇരിക്കുന്ന സമയത്താണ് മറ്റൊരു വ്യക്തി, എന്നെപ്പോലെ തന്നെ നടക്കാനിറങ്ങിയ മറ്റൊരു വ്യക്തി ആ വഴിക്ക് കടന്നു വരികയും അദ്ദേഹം ഇതേപോലെ ആ പക്ഷി അവിടെ മുറിവേറ്റ് കിടക്കുന്നത് കാണുകയും വളരെ വേഗം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കർച്ചീഫ് എടുത്ത് അതിൽ ഈ പക്ഷിയെ എടുത്ത് പതിയെ ഒന്ന് പൊതിഞ്ഞ് വളരെ വേഗത്തിൽ നടന്ന് അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയി അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷ എടുത്ത് വേഗത്തിൽ അടുത്തുള്ള ആനിമൽ കെയർ ഹോസ്പിറ്റൽ, ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആശുപത്രിയിൽ ഈ പക്ഷിയെ എത്തിക്കുകയും അതിനുശേഷം ആ പക്ഷിക്ക് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യുകയും, അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടർമാരെ കൊണ്ടോ അതല്ലെങ്കിൽ അവിടെയുള്ള അന്തേവാസികളെ കൊണ്ടോ ചെയ്യുകയും ചെയ്തു എന്ന് എനിക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ആ പക്ഷിയെ താങ്കൾ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കത് എങ്ങനെ തോന്നി എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കിത്തരം വിഷയങ്ങൾ തോന്നണം എന്നില്ല, നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. ഞാൻ ആ സമയത്ത് ആ പക്ഷിയെ കണ്ടപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ചെയ്യണം എന്ന് തോന്നിയത്, ഞാനത് വേഗം ചെയ്തു. അങ്ങനെ ആ വൈകുന്നേരം അവിടെ കൊണ്ടാക്കിയ ദിവസം വൈകുന്നേരം തന്നെ അതിന് വേണ്ട ചികിത്സ കിട്ടിയതിന് ശേഷം ആ പക്ഷി പതിയെ അവിടെ നിന്നും പറന്നുപോയി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ പക്ഷിക്ക് സുഖമാകുന്നത് വരെ 4-5 മണിക്കൂർ അദ്ദേഹവും ആ ഹോസ്പിറ്റലിൽ തന്നെ, അനിമൽ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ വളരെയധികം സന്തോഷിച്ചു. പക്ഷേ അതിൻ്റെ കൂടെ ചെറിയൊരു ദുഃഖവും കൂടി എനിക്കുണ്ടായി. ഇതെന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ തോന്നിയില്ല? വളരെ ചെറിയൊരു കാര്യമാണ്. അദ്ദേഹം ചെയ്തത് എനിക്കും ചെയ്യാമായിരുന്നു. എൻ്റെ കയ്യിലും കർച്ചീഫ് ഉണ്ടായിരുന്നു. എനിക്കും ഇതേപോലെ കർച്ചീഫിൽ പൊതിഞ്ഞെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്കത് ചെയ്യാൻ തോന്നിയില്ല. പകരം ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയായിരുന്നു എന്നെ കൂടുതൽ ആലോചിപ്പിച്ചത്. അവിടെയാണ് നമ്മളെല്ലാവരും മാറി ചിന്തിക്കേണ്ടത്. എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് നമ്മൾ ചെയ്താൽ തീർച്ചയായും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഗുണമുണ്ടാകും എന്നർത്ഥം. വളരെ ചെറിയ നമ്മുടെ സഹാനുഭൂതിയുടെ ചെറിയ കർമ്മങ്ങൾ, ചെറിയ പ്രവൃത്തികൾ തന്നെ ഒരുപാട് ആശയ്ക്ക് വക നൽകുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ചെറിയ സംഭവം എന്നെ പഠിപ്പിച്ചത്. അതിൽ നിന്നും പിന്നീട് അങ്ങോട്ട് ഓരോ ചെറിയ കാര്യത്തിലും എന്നാൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആ നിമിഷത്തിൽ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഇൻറ്റ്യൂഷനിൽ നിന്നും, നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ 6ാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്ന രീതിയിൽ അതിന് തക്കതായ എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതൊരു പക്ഷേ നിങ്ങൾക്കും പാഠമായിരിക്കാം. നിങ്ങളും ഇതുപോലെയെല്ലാം സാഹചര്യങ്ങളിൽ പെട്ടാൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളാൽ കഴിയും എന്നെനിക്ക് തോന്നുന്നു. ഇതൊരു സന്ദേശമായി കണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ വളരെയധികം നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നന്ദി, നമസ്കാരം.